റോബിൻ ഹുഡ് മുതൽ കായംകുളം കൊച്ചുണ്ണി വരെ നല്ല കള്ളന്മാരെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? മീശമാധവന്മാർ ഉണ്ടാകുന്നതും ബണ്ടിച്ചോർമാരായി മാറുന്നതും അതുകൊണ്ടാണോ? ഞങ്ങൾക്കും പറയാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഒരു നല്ല കള്ളൻ അങ്ങനെ ഒന്നുണ്ടോ? നല്ല കള്ളൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിനിമകളിലൊക്കെ വരുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് അവർ ക്രിമിനോളജിക്കലായിട്ടുള്ള ഇതുപോലെ ഏത് ടോപ്പിക് കൊടുത്താലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഭാവനയിൽ കൂടി അതങ്ങോട്ട് ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ കൊണ്ടുവരിക, അത് എന്നിട്ട് ബോക്സ് ചിത്രമാക്കി മാറ്റുക. അതൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല, സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. മോഷ്ടാവിനെ ആരാധിക്കുന്ന ഒരു രീതി നമുക്കിടയിലുണ്ടോ? നല്ല മോഷ്ടാവാണെങ്കിൽ അങ്ങനെ ഒരു വീരാരാധന നമുക്ക്. ഞങ്ങളാണെങ്കിൽ സെൻട്രൽ ടാങ്കൂറുകാരാ. ഞങ്ങൾ കായംകുളം കൊച്ചുണ്ണിയുടെ വീരാരാധന കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് തന്നെ. ഞങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളെ പറഞ്ഞു തന്നിരുന്ന കഥകൾ പോലും കായംകുളം കൊച്ചുണ്ണി ഓരോ വീട്ടിലെ മോഷ്ടിക്കാൻ പോകുന്നതും അവിടുന്ന് ആ പണം എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തതും, അങ്ങനെ കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കരപ്പൊക്കെയൊക്കെ നമ്മുടെ മനസ്സിലെ വീരപുരുഷന്മാരായിട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ബാല്യം. ഇപ്പോൾ ആ തലമുറ മാറിയിട്ട് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ബണ്ടിച്ചോറായി, അതുപോലെ റോബിൻ ഹുഡിലുള്ളവരായി. ബണ്ടിച്ചോർ സ്വന്തം വീട്ടിൽ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാനൊരു ചൂടുവെള്ളം എങ്കിലും കോരി ഒഴിക്കും, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ശ്രീ സച്ചി, സിനിമയാണ് പലപ്പോഴും പ്രതികൂട്ടിൽ. കായംകുളം കൊച്ചുണ്ണി മുതൽ അരക്കള്ളൻ, മുക്കാൽ കള്ളൻ, കളിക്കളം, മീശമാധവൻ, കള്ളൻ ഹീറോയാണ്, പോലീസ് എന്നും വിഡ്ഢി. ഒരു പക്ഷേ പുതിയ തലമുറ വഴിതെറ്റിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്ന ഈ പരാതിക്ക് കഴമ്പില്ലേ? അതിൽ യാതൊരു കഴമ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് വരെ ഒരു സിനിമ കണ്ടതുകൊണ്ട് ഒരാൾ ആ രീതിയിൽ മോഷ്ടിക്കാൻ ശ്രമിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുകയോ ചെയ്തതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ വളരെ ചുരുക്കത്തിൽ നോക്കുകയാണ്, ഇപ്പോൾ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിന് ആരെങ്കിലും പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത ഏതെങ്കിലും വർഷമോ അതിനോട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു കളവിൻ്റെ ഒരു അറ്റംപ്റ്റെങ്കിലും നടന്നിട്ടുണ്ടാവണം. അത് നടന്നിട്ടില്ല. 12 വയസ്സുകാരെ 60കാരൻ പീഡിപ്പിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടബലാത്സംഗം ചെയ്തു. ഇത് എത്ര കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ പേപ്പറിലും വായിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ഏത് വർഷത്തെ ഏത് സിനിമയിലാണ് ഇത്തരത്തിലുള്ളൊരു സീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്? ഉള്ളവനിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവനിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ഇമേജിലാണ് സിനിമയിൽ എപ്പോഴും കള്ളൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ സിനിമ കാണുന്നവരെ ഇത് ഏതെങ്കിലും കള്ളന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളിങ്ങനെ ഒരു സിനിമ കണ്ടു, ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? സിനിമകളിൽ കാണിക്കുന്നതായ രംഗങ്ങൾ ഈ ജുവനൈൽസിനെ 18 വയസ്സിന് താഴെയുള്ളതായ കുട്ടികളെ സ്വാധീനിക്കുന്നതാണ്. സിനിമ മാറ്റി നിർത്തിയാലും ഒരു നല്ല കള്ളൻ എന്ന് പറയുന്ന ഒന്നുണ്ടോ? പല കള്ളന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ മാനറിസങ്ങളുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു നല്ല കള്ളനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല കള്ളൻ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസം കൂടിയിരിക്കുന്നുണ്ട്, പിന്നെ ഭേദ്യം പറ്റത്തില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഭേദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം അങ്ങ് പറയും. അപ്പോൾ അവനെ നമുക്കൊരു നല്ല കള്ളൻ എന്നുള്ള ആ ഒരു ശ്രേണിയിൽപ്പെടുത്താം. മറ്റവനെ എത്ര ദിവസം ഇട്ട് ചവിട്ടി കഴിഞ്ഞാലും ട്രിക്കിൾ ബൈ ട്രിക്കിൾ പിന്നെ ഇൻഫർമേഷൻ ഇങ്ങോട്ട് പെടുത്തില്ല. അതിന് ശേഷം കിട്ടുന്ന കോർഡിനേറ്റ് ചെയ്ത് ആണ് എവിടെയും പോയി. എന്നാലേ റിക്കവറി ഉണ്ടെങ്കിലല്ലേ, എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ശിക്ഷിക്കത്തുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മീശമാധവൻ പോലത്തെ ഒരു കള്ളൻ, അങ്ങനത്തെ ഒരു കള്ളനെ പരിചയമുണ്ടോ? അങ്ങനെ ഒരാളിനെ ജീവിതത്തിൽ പരിചയപ്പെടാൻ പറ്റില്ല. ശ്രീ സച്ചി, പലപ്പോഴും സിനിമ ജീവിതത്തിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്നു ഇത്തരം ചില കാര്യങ്ങളിലെങ്കിലും. അതായത് ഒരു ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് കൊടുക്കുന്ന ഒരു നല്ല കള്ളനല്ല ഒരിക്കലും ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ സിനിമയിൽ എപ്പോഴും അങ്ങനെ വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒരു വിഡ്ഢി വേഷത്തിൽ, പോലീസ് എന്നും രണ്ടാം കിടയും കള്ളൻ എന്നും മുന്നിൽ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. ഇത് സ്വാഭാവികമായും കാണുന്നൊരു യുവതലമുറ ഇത് സ്വാധീനിക്കില്ലേ? ഇല്ല, ഇതിലിപ്പോൾ പറഞ്ഞാൽ വളരെ അബദ്ധമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ മോശമായി കാണിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ സുരേഷ് ഗോപി അഭിനയിച്ച ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ മുഴുവനും നല്ല പോലീസുകാരെയും നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്ന പോലീസുകാരെയാണ് കാണിച്ചത്. കള്ളനും പോലീസും വരുമ്പോൾ, കള്ളനും പോലീസും വരുന്ന ഒരു സമയത്ത് ഇപ്പൊ റോബിൻ ഹുഡ് ആണെങ്കിലും അതിൽ പോലും നരൻ പിൻവാങ്ങുകയല്ല. കാരണം അയാളിലെ നന്മ കണ്ടിട്ട്, കാരണം അയാൾ അതിൽ നിന്ന് ഒരു സാധാരണ മോഷണം എന്താണ്? വളരെ ശരിയാ. അല്ല, ഒരു മോഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യന്റെ സാധനം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവന്റെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കുന്നതാണ്. അല്ല, പക്ഷേ റോബിൻ ഹുഡ് സിനിമയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതില് ഒരു ബാങ്കിനോടുള്ള റിവെഞ്ചിന്റെ എടുക്കുന്ന ആ പണത്തിൽ നിന്ന് 1 രൂപ പോലും അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ പണം തന്നെയാണ് തിരിച്ചു നൽകാനായിട്ട് ഇയാളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരേ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ പിടിച്ചു, ആദ്യം ഇൻവെസ്റ്റിഗേറ്ററാണ് പറയുന്നത് നീയാണ് എന്ന് പറയുന്നിടത്താണ് ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നത്, ശരി ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. അല്ലാതെ ഇതിലൊരു കള്ളനും പോലീസുകളിൽ നമ്മളിപ്പോൾ പോലീസിനെ മോശമാക്കി അല്ലെങ്കിൽ കള്ളനെ വലുതാക്കി ചെയ്തു. ശ്രീ സച്ചി, തിരിച്ചു വരാം. പുതിയ തലമുറയോട് ചോദിക്കട്ടെ, റോബിൻ ഹുഡ് കണ്ടപ്പോൾ എപ്പോഴെങ്കിലും നായകൻ ചെയ്യുന്നത് ശരിയല്ല എന്നാണോ തോന്നിയത്? മറിച്ചല്ലേ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക്? മറ്റുള്ള ആളെ ATM കാർഡ് വെച്ച കാശ് കിട്ടും, നമ്മൾ അന്ന് അറിയുന്നത്.
പക്ഷേ അതിനുശേഷം വേറെ സംഭവങ്ങൾ പലയിടത്തുണ്ട്. തിരുനെൽവേലിയിൽ സ്കൂൾ ഡ്രൈവർ വെച്ച് പൊളിച്ച് ഏറ്റവും കാശ് എടുത്ത സംഭവം, ഇങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അത് സിനിമ ഒരു വിധത്തിൽ യുവാക്കളെ സ്വാധീനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു യുവാവും ലൂണർ ചപ്പലും ഇട്ട് ലുങ്കിയും എടുത്ത് നടക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ പഠിച്ചിട്ട് ചിലപ്പം ജോലി കിട്ടില്ല, അല്ലെ കുറേ കാശ് കിട്ടില്ല. അപ്പോൾ എളുപ്പം സിനിമയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമയായിരുന്നാലും പല കള്ളന്മാരെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ നന്നാവുന്നു, അല്ലേ? കാശൊക്കെ കിട്ടി കുറേ ആകുമ്പോൾ അവർ നന്നാവുന്നു. പക്ഷെ അവൻ അത് ആ രീതി തന്നെ കുറേ കാശുണ്ടാവട്ടെ, പിന്നെ ഞാൻ നന്നായിക്കോളാം. കള്ളൻ എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ അത് വളരെ സ്വീറ്റ് ആണ്. കൊച്ചു കള്ള എന്നല്ലേ വളരെ സ്നേഹം കൂടുമ്പോൾ നമ്മൾ വിളിക്കുക. കള്ളനോട് കള്ളനെ പോലെ മനസ്സ് കവർന്നു എന്നല്ലേ പറയുക. നല്ല കള്ളനെ ഇഷ്ടപ്പെടുന്ന എന്തോ ഒന്ന് നമുക്കിടയിലൊക്കെ ഇല്ല. അതല്ല, നമ്മൾ ചട്ടമ്പി എന്ന് വിളിക്കാറില്ലേ? അവളൊരു ചട്ടമ്പിയാ, അല്ല ഒരു എന്ന് പറയുന്നത് എന്താ? അതൊക്കെ നമ്മുടെ മലയാളത്തിലെ നല്ല വാക്കുകളായിട്ട് കൂട്ടിയാൽ മതി. അത് ഇത്തരം കള്ളന്മാരെ ഉദ്ദേശിച്ചിട്ടൊന്നും പറയുന്നതല്ല. ഒരു മോഷണം, നമ്മളിൽ നിന്നൊരു സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അങ്ങനെയൊക്കെയുള്ള സ്വാധീനിക്കുന്ന സമയങ്ങളിൽ ഒരു മോഷണം എന്ന് പറയുന്ന പോസിറ്റീവ് സെൻസിൽ അതിനെ പറയുക. അല്ലാതെ ഇത്തരം ഇങ്ങനെയുള്ള കുടുംബങ്ങളെ മുഴുവൻ അനാഥമാക്കി അല്ലെ അവരുടെ സമ്പാദ്യം മുഴുവൻ കവർച്ച ചെയ്യുന്ന ഒരു മീനിങ്ങിലല്ല അത് വരുന്നത്. എങ്കിലും മിടുക്കന്മാരായ കള്ളന്മാരോട് സ്ത്രീകൾക്കൊരു ആരാധനയുണ്ടോ? അത് സത്യം. അതേ ഞാൻ മുമ്പേ പറയണം എന്ന് വിചാരിച്ചു. അല്ലല്ല ഞാനത് പറഞ്ഞത് ബണ്ടിച്ചോറിൻ്റെ ഇവരിപ്പം നമ്മുടെ ഈ പ്രായമായതുകൊണ്ട് നമുക്ക് അങ്ങനൊന്നും തോന്നിയില്ല. നമുക്കിപ്പോൾ ഒരു 10-17 വയസ്സുള്ള ഒരാളായിരുന്നെങ്കിൽ ബണ്ടിച്ചോറിനെ പോലെ ഒരാളെ കണ്ടാൽ ഇങ്ങനെയൊക്കെ പത്രങ്ങളും TV-യും ഒക്കെ എഴുതാൻ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യാ? ബണ്ടിച്ചോറിനോട് ആരാധന തോന്നിയോ എപ്പോഴെങ്കിലും? തോന്നാറില്ല. അപ്പോൾ ഈ ബണ്ടിച്ചോറിനെ ഇവിടെ ഇറക്കി ഒരു ടെസ്റ്റ് ഡോസാണ് നടത്തിയതെങ്കിൽ ഒരു പക്ഷേ വരാനിരിക്കുന്ന വലിയ ഗൗരവകരമായ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരുക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു സംഭവത്തിൽ. ഒരു പക്ഷേ അദ്ദേഹമായിട്ടുള്ള ബിസിനസ് വൈരാഗ്യത്തിൻ്റെ പേരിലാണോ പല അന്വേഷണങ്ങളുടെ ഭാഗം അങ്ങനെ ഇത് ഒരു അദ്ദേഹത്തിനൊരു പരീക്ഷണം നൽകാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോസ് നൽകാൻ വേണ്ടി ഇവിടെ വന്നതാണോ? അല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള വലിയൊരു സാമ്പത്തിക സ്രോതസ്സിനെ കണ്ടിട്ട് അതിനൊരു ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു ടീമിൻ്റെ ഭാഗമാണോ എന്നുള്ള ഒരു അന്വേഷണം അത് ആവശ്യമായിട്ട് വരും. 500 കേസ് ഡൽഹിയിലുണ്ട്, ഇപ്പോൾ സാറ് പറഞ്ഞ് 20 ഉണ്ട്. അത് ഇവരെല്ലാവരും ബിസിനസ്സുകാരാണോ എന്നുള്ളതൊന്ന് എൻക്വയറി ചെയ്താൽ കൊള്ളായിരിക്കും. അല്ല, അങ്ങനെയല്ല. ദുബൈ പോലെയുള്ള ഒരു പ്രദേശത്ത് ഗവൺമെൻറ്റിൽ തന്നെ ജോലി ചെയ്യുകയും അതിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആരെങ്കിലും അധോലോക സംഘങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കപ്പെടുന്ന ചില സാധ്യതകൾ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംശയം പറഞ്ഞു മാത്രം. അല്ല, ഞാനത് പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു അസംഷനിലേക്ക് എത്തേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കതിന് പ്രിക്കോഷൻ ഇതിലേക്ക് വരാം. ചാനലുകൾ ഒരിക്കലും ഒരു ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഇത്രയും നാളത്തെ ഏറ്റവും കൂടുതൽ സാധാരണ ജനം ഇവിടെ ഇരിക്കുന്ന ജനങ്ങളാണ് ഈ ഹൈടെക് മോഷ്ടാവിനെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. അവർ ഇന്ന് ഭയപ്പെടുന്നത്, സാധാരണ അമ്മമാർ ഭയപ്പെടുന്നത് ബ്ലാക്ക് മാനെ കുറിച്ചാണ്. ഈ ബ്ലാക്ക് മാൻ്റെ പേരിൽ പലയിടത്തും പലരും ആക്രമിക്കപ്പെട്ടു. അത് കൂടുതലും സമൂഹത്തിലെ ദളിതന്മാരായിട്ടുള്ള ആൾക്കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ പിന്നിൽ ചില ആളുകൾ ഇവിടെ ചില ഗെയിം പ്ലാൻ ചെയ്തിട്ട് പുറകെ ഇരുന്ന് ഗ്യാലറി ഇരുന്ന് കളി കാണുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ട്. ബ്ലാക്ക് മാൻ്റെ കാര്യത്തിൽ അതെ, ബ്ലാക്ക് മാൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഗ്യാലറിയിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. അത് കണ്ടുപിടിക്കേണ്ടത് യഥാർത്ഥ സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. CCTV ക്യാമറകളുടെയും ബർഗ്ലർ അലാമുകളുടെയും വിൽപ്പന കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചത് 60%. എന്നാൽ ഇതെല്ലാം മറികടന്ന് കള്ളന്മാർ വീടുകളിലേക്ക് കയറിക്കൂടുമ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യുക? ഞങ്ങൾക്കും പറയാനുണ്ട്. ഒരിടവേള കൂടി.